அதிர்ஷ்டலட்சுமி, ஏய் அதிர்ஷ்டலட்சுமி, ஏய் எங்கடி உமோல்? அவளை കാണാനില്ല. காணாமா? அம்மாவும் கூட சேர்ந்து டிராமா பண்றீங்களா? அவன் கூட தான் ஓடி போயிருக்கணும். இல்லைங்க, சாயங்காலம் வரைக்கும் வீட்டுல தான் இருந்தேன். இப்போ காணோம். ஏய் வேலுச்சாமி, வண்டியா രാവിലെ എഴുന്നേക്കണം, പല്ലിയേക്കണം, വിളിക്കണം, എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഈ പഴമക്കാരുണ്ടാക്കി വെച്ചേക്കുന്നത്. അളിയാ, അളിയോ, ബാനു, അളിയാ, അളിയോ, ഹോയ്, അളിയാ, അളിയോ, അതിർഷ്ടലക്ഷ്മി, അതിർഷ്ടലക്ഷ്മി, പുറത്താളെ അഴിച്ചുവിട്. 3 മണിയായോ? അളിയാ, അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂല? നീ പുല്ല എന്നെ ആദ്യം അഴിച്ചുവിട്ടിട്ട് കയറി കട്ടിലടിയിലോ കാലടിയിലോ. അയ്യോ സോറി സോറി സോറി, അഴിക്കാം. അളിയാ, ഓപ്പൺ ദ ഡോർ അളിയാ, അളിയാ ഓപ്പൺ അളിയാ. അയ്യോ, ഇത് അഴിക്കാൻ പറ്റുന്നില്ല. ഒരു ഭയത്തി കെട്ടിയാ പോരായിരുന്നോടി സാമദ്രോഹി. എന്താ ഇടിച്ചു പൊളിക്കോ? പൊളിക്കണ പൊളിക്കും പട്ടി. മര്യാദ തുറക്കുന്നുണ്ടോ? അളിയാ, ഞാനിതാ വരുന്നേ, വാതിൽ പൊളിക്കല്ലേ. ടൂ ലേറ്റ് അളിയാ, ഐ സെൻസ് സംതിങ് റോങ്. ഞാൻ ദാ ഇതിപ്പോ ചവിട്ടി തുറക്കാൻ പോവാണേ. എന്തെങ്കിലും എടുത്ത് തഴിച്ചു വിടറി. അവരിപ്പൊ പൊളിക്കും. 3, 2, 1. എന്താടാ ഒരു കളലക്ഷണം? എന്തായിരുന്നു വാതിലടച്ചിട്ട് മുറിക്കാത്തിരുന്ന ഒരു പരിപാടി? ഒന്നുമില്ല. അല്ല, 6 മാസം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, അപ്പോ സബ്ജക്ട്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യായിരുന്നു. പിന്നെ എക്കണോമിക്സ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി ബുക്ക് തുണ്ടുണ്ടായി നീയല്ലേ 6 മാസം മുമ്പ് റിഹേഴ്സല്? മാറിയാ നീ എങ്ങോട്ടാ ഈ തള്ളിക്കരി പോന്നേ? പേസ്റ്റ് ഉണ്ടോ അളിയാ? എന്റെ പേസ്റ്റ് തീർന്നെന്ന് തോന്നുന്നു. പേസ്റ്റ് തീർന്നെന്നോ? അതിന് നീ എന്നാ സ്വന്തമായിട്ട് പേസ്റ്റ് വാങ്ങിച്ചത്? താമാശ കളളിയാ. പേസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം പുറത്തു കൊണ്ടുപോയി ആവശ്യത്തിന് പല്ലി വെച്ചോ. പോയ പോയെ. എന്തിനാ ഇത് വിടുന്നോട്ടെ, ആവശ്യം ഞാൻ വന്ന് എടുത്തോളാം. നീ എന്തുവാണ് കാണിക്കുന്നത്? ഇനി ഇപ്പൊ ഈ പേസ്റ്റിനടുപ്പ് താഴെ പോണം, അതൊരുണ്ട് കട്ടിലിനടി പോണം. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ? അതെന്താ, നീ കട്ടിലടിയിൽ പെണ്ണെ വല്ലതും കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ശരിക്കും കയറ്റി പോകാൻ പേടിയുണ്ടോ? 3 മണിക്ക് എന്താ അലാറം അടിക്കാൻ? സത്യം പറഞ്ഞ നീ എഴുന്നേറ്റ് ഓഫ് ആക്കിയതല്ലേ? ആനടി, ഞാൻ രാത്രി കെട്ടഴിച്ചു വന്ന് അലാം ഓഫ് ആക്കിട്ട് പിന്നെയും പോയി തന്നെ കെട്ടിയിട്ടു. ഒന്ന് പോടി വേണേ. നിന്നെ ഇവിടുന്ന് ഒഴിവാക്കേണ്ട നിന്നേക്കാളും ആവശ്യം എനിക്കാ. ഓ സോറി. ഇനിയിപ്പോ പുറത്തിറങ്ങാൻ എന്താ ഒരു വഴി? ഹലോ കോശി, സുഖമാണല്ലോ? വേറെ വിശേഷങ്ങളൊന്നുമില്ലോ? അപ്പൊ ശരി, കണ്ടതിൽ സന്തോഷം. ഓക്കെ, വാ ഇറങ്ങി പോര്. നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും, എന്നിട്ട് എന്നെ അറിയിക്കും. എന്താണോ കോശി? നീയോ? അതെ ഭാനു. കോശിയോടെ? എന്താളിയാ പതിവില്ലാതെ കഥയൊക്കെ കുറ്റിട്ടിരുന്ന അകത്ത് പരിപാടി? രാത്രി പടത്തിന് വിളിച്ചാ വരൂല, കഥകൊക്കെ കുറ്റിട്ടിരുന്ന് ബാക്കി പരിപാടിക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. പുതിയ മറ്റാന്നോ? അല്ല, നല്ല പതുപതുപ്പ്, ഒരൈറ്റത്തെ കൊണ്ടൊന്നും പറ്റിയ കാട്ടില്. പിന്നളിയാ ഇന്നലത്തെ മറ്റേ പടം അളിയാ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് മറ്റേ കുളിസീൻ, തമന്നയുടെ നനഞ്ഞ സാരി. ബാക്കി പറയണ്ട. എന്താ പറഞ്ഞ കുളിസീൻ അളിയനൊരു വീക്ക്നെസ് അന്ന് ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ. ഒട്ടപ്പാറ സീനത്തിൽ പോയിരുന്നു നമ്മൾ എത്ര കുളിസീൻ കണ്ടതാ. കുളിസീനോ? എനിക്കോ? ആരാടാ റമോ നിന്നോട് ഈ അപവാദമൊക്കെ പറയുന്നത്? ഒന്ന് പോളിയാ.
കഴിഞ്ഞ ആഴ്ചയല്ലേ ആ ഷൺമുഖവിലാസൻ ലോഡ്ജിന്റെ ടെറസിൽ പോയിരുന്ന അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കുളിസിങ് കാണാന്നും പറഞ്ഞാലേ ഞങ്ങൾ വിളിച്ചോണ്ട് പോയേ. എനിക്ക് മോഡൽ എക്സാം ആണെന്നും പറഞ്ഞിട്ട് പോലും അളിയും കേട്ടില്ല. നീ എഴുന്നേറ്റ. എന്തിനാ? എഴുന്നേക്ക്. എന്താടാ ഏറിയ മാനോ മര്യാദക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ കപവാദം പറഞ്ഞു പറ്റൂല. ബ്ലഡി ഫൂൾ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാക്കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. മതി മതി, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ ഒരു മുറിയിൽ കഴിഞ്ഞു എങ്ങനെ പുറത്തിറങ്ങിയ അയ്യോ തീർന്നില്ലേ. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കോളേജിൽ പോണ്ട തയ്യാറെടുപ്പിലായിരിക്കും. കോറിഡോറിന്റെ അവിടെയും പുറത്തൊക്കെ മൊത്തം ആൾക്കാരായിരിക്കും. 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും കോളേജിൽ പോകും. അന്നേരം നമുക്ക് കയറി വഴി തന്നെ പുറത്തിറങ്ങാം. നടക്കുമല്ലോ അല്ലേ? പിന്നില്ലേ. പിന്നെ ലവനത് ചുമ്മാ പറഞ്ഞതാ കേട്ടോ. കണ്ട അവനെ പോലെ ഒരു അലവലാതി ലുക്ക് ഉണ്ടെങ്കിലും ഞാൻ ശരിക്കും ഡീസന്റ്. ശരി ശരി. ഹലോ, താൻ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഉണ്ടയ്യാ ഉണ്ട്. എവിടെ വെച്ച്? എവിടെ? അയാളെ വീട്ടിൽ വെച്ച്. അയാളുടെ മോളല്ലേ അത്? അയ്യോ, നമ്മ പൊണ്ണു തപ്പിക്ക് വെച്ച് എവന്തോയോ ഓയോ വാങ്ങടാ പൊറുക്കി നായ. കാര്യം പറഞ്ഞിട്ട് തല്ല്. എന്തിനടാ അവളെ വെച്ചപ്പെടാൻ സഹായിച്ചത്? ചോട്ട വിളിച്ചപ്പോ ഒളിച്ചോടാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. രാത്രി 10 മണിയായപ്പോ ഹോസ്റ്റൽ ജംഗ്ഷനിൽ ഞാൻ കൊണ്ടുവിട്ട് അവിടെ അവളെ കാത്തൊരു പയ്യൻ ഉണ്ടായിരുന്നു. അയ്യാ ഇത് അവന്തയ്യ അവന്തോ. നിനക്ക് അവനെ കണ്ടാ തിരിച്ചറിയുമോ? അറിയാം അറിയാം അറിയാം. മതി, ബാക്കി വീട്ടിൽ ചെന്ന് ചോദിക്കാം. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ? ഇപ്പൊ ഇതാണോ ഇവിടുത്തെ വിഷയം? നീ വാ പെട്ടെന്ന്. താനിവിടെ നിൽക്ക്, ഞാൻ താഴെ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. വേഗം വരണം. 2 minutes. അല്ലെങ്കിലും പിള്ളേരെന്ന് പറഞ്ഞാൽ അച്ഛന് ഭയങ്കര ജീവനാണല്ലോ. രാത്രി രഹസ്യമായിട്ട് ഓരോരോ പരിപാടിക്ക് പോകാൻ വേണ്ടി അവന്മാരെ അറുത്ത് മുറിച്ചു വെച്ചിരിക്കുക. ഇപ്പോഴെങ്കിലും ഫാദറിന് തന്നെ വിശ്വാസമായില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ കെട്ടിടമല്ലേ, തുരുമ്പ് പിടിച്ചിളകിയതായിരിക്കും. തെളിവില്ലാതൊന്നും പറയരുത് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇതിൽ കൂടെ അങ്ങനെ പിള്ളേരിറങ്ങുന്നത്? അവന്മാരെന്താ കൊരങ്ങന്മാരാ? അതേ വന്നിക്കണു ചേട്ടാ. എന്താ ബാനു, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല ചോ, ഇവിടുത്തെ ഫുഡ് കഴിച്ച് വയറിളക്കം പിടിച്ചു. എനിക്കത്ര വിശ്വാസം പോരാ. എന്നാ കക്കൂസിലോട്ട് വാ, വിശ്വസിപ്പിച്ചു തരാം. ഓടോ. നമുക്ക് അവനെ ഡിസ്മിസ് ചെയ്യാച്ചോ. വടി കൊടുത്ത് അടി പേടിക്കാതെ ശാന്ത. ഫാദറെ വാ, ഇറങ്ങി പോര്. എല്ലാം ഓക്കെ അല്ലേ? നമുക്ക് പോവാം. എന്തോക്കെ, ആ ശാന്തപ്പനും അച്ഛനും കൂടെ ജനലടച്ച് പൂട്ടി. ഇനി ആ വഴി ഇറങ്ങാൻ പറ്റില്ല. അതെ അതെ അതെ. താൻ തളരാതെ നമുക്കൊരൊറ്റ കൈ പ്രയോഗിക്കാം. നമുക്ക് മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങാം. അപ്പൊ ആരെങ്കിലും കാണില്ലേ? അച്ഛനും ശാന്തപ്പനും താഴെ. മിക്കവാറും എല്ലാ പിള്ളേരും കോളേജിൽ പോയി കാണും. ബാക്കിയെല്ലാം തലവിധി. എല്ലാവരും കോളേജിൽ പോയെന്ന് തോന്നേ. കുഴപ്പമില്ല, പേടിക്കണ്ട. നീ ഇതെവിടെ പോണു? അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോണം. അപ്പോ മറ്റന്നാളത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കാണത്തില്ലയോ? അതൊന്നുമില്ല, ഇനി കുറച്ച് റെസ്റ്റ് വേണം. സമയം ശരിയല്ല. അല്ല, ഞാനെന്തിനു ഇതൊക്കെ നിന്നോട് പറയുന്നേ? ബ്ലഡി അരബ്സ്. കോവറക്കിപ്പാലേ നീ ഇവിടെ പോലേ.
ഒന്ന് വാ വാ പതുക്കെ വാ. മെയിൻ ഏരിയയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇത് കടന്ന് കിട്ടിയാ രക്ഷപ്പെട്ട്. നോക്കി വാ, ചുറ്റും നോക്ക്. ആരേലും കണ്ട ഓടിക്കോണേ. അയ്യോ ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. ഒരു കടമ്പ് കഴിഞ്ഞ് കിട്ടി. ഇനി അടുത്തത് പോയാ വാടി. അച്ഛനില്ല. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇനി ഒരു കുഴപ്പമില്ല, ഇറക്കാം. വാ അങ്ങോട്ട് മാറിക്ക്. ആരുമില്ലല്ലോ. ഓടിക്കോ. നെഞ്ചിനുള്ളിൽ കാതോക്കും നിങ്ങൾ 7 ദിനങ്ങളതേ നിറങ്ങൾ തേടിയളയുന്നു പാദങ്ങൾ. എന്റെ വഴികളതെന്റെ ചട്ടങ്ങൾ, തോൽവികളതെന്റെ പാഠങ്ങൾ. ഒരു വെടിക്കൊരു പറവകളുടെ ചിറകൊടി ചുലകത്തിന് ഒരു കുലപതിയത് ഞാൻ കഥ പറഞ്ഞത് മതി. ഇനി വരുന്നത് തലവിധി പ്രതിവിധി ഗണപതിക്കൊരു തേങ്ങ. ഈ പെരുവഴി അത് പുതുവഴി, പരിമിതിയില്ലാത്ത കനവുകളിലൂടെ പടവുകൾ കയറും ഇന്നു ഞാൻ. കടമ്പകൾ ചാടും ഇന്നു ഞാൻ. ചുവടുകൾ പകരാതെ വച്ചു പുലി പോൽ കുതിച്ചു പുതുജീവിതത്തിൽ നിന്നാരംഭം. ഈ ലോകമെതിരിൽ നിന്നാലും ഇനി തല താഴ്ചയ്ക്കില്ല ഞാൻ ഈ ജന്മം. RC, Purple Haze. എവിടെ കയറി പോവാ? അയ്യോ സോറി, പെട്ടെന്നുള്ള ആവേശത്തില്. എന്താ പ്രശ്നം? എന്തിനാ എല്ലാരും ഓടണേ? എല്ലാവർക്കും ഭ്രാന്തായ? നിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. എന്തുവാടെ പ്രശ്നം? ഇന്ന് കോളേജില്ലേ? ഇന്ന് കോളേജ് സ്ട്രൈക്കാടാ. സ്ട്രൈക്കോ? എന്തിന്? കോളേജിന്റെ അടുത്തുള്ള ഏതോ ഓട്ടക്കാരനെ ആരോ തല്ലിയെന്ന്. അതിന് കോളേജിൽ എന്തിനാടാ സ്ട്രൈക്ക്? പിന്നെ അമേരിക്ക ഓസോൺ പാളിയിൽ വിള്ളല് വീഴ്ത്തിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച സ്ട്രൈക്ക്. പിന്നെ ഇത് ഒന്ന് പോടേ. എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ കോപ്പ്. എല്ലാം തൊലഞ്ഞു. ഇന്ന് കോളേജ് സ്ട്രൈക്കാ. ഇന്നിനി പകല് പുറത്തിറങ്ങാൻ പറ്റില്ല. അയ്യോ എന്റെ ദൈവമേ, ഞാൻ വീട്ടിലില്ലാന്ന് അപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ഹിസ് വെരി സ്മാർട്ട് യു നോ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അപ്പൊക്കെ മിനിറ്റുകൾ മാത്രം മതി. കണ്ടുപിടിച്ച എന്നെ ഹോസ്റ്റലോടെ കത്തിക്കും.